അരുൺ ശങ്കർ കൊച്ചിയിൽ നിന്നും തുടർന്ന് മുകേഷിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അരുൺ ശങ്കർ നൽകും. അരുൺ ശങ്കർ, മുകേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. വൈദ്യപരിശോധനയാണ്. അല്പസമയത്തിനകം വൈദ്യപരിശോധന പൂർത്തിയാക്കി മുകേഷ് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു മണിയോടുകൂടിയാണ് മുകേഷിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. 2 ലൈംഗിക പീഡന കേസുകളാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ കേസുകളിലാണ് അന്വേഷണ സംഘം മുകേഷിനെ ചോദ്യം ചെയ്ത് ഒന്ന് മരടിൽ മുകേഷിന്റെ വീട്ടിൽ വെച്ച് പിരിച്ചതായിരുന്നു പരാതി. രണ്ടാമത്തത് വടക്കാഞ്ചേരിയിൽ സിനിമാ ചിത്രീകരണത്തിനിടയിൽ പിരിച്ചതായിരുന്നു പരാതിക്കാരിയുടെ ആരോപണം. ഈ രണ്ട് കേസുകളിലും മുകേഷിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. നേരത്തെ പരാതിക്കാരുടെ മൊഴി അന്വേഷണ സംഘം വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ പരാതിക്കാരെ എത്തിച്ച് തെളിവെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചോദ്യാവലിയാണ് മുകേഷിന്റെ മുന്നിൽ വെച്ചത്. അത്തരത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം മുകേഷ് സ്വന്തം വണ്ടിയിൽ തന്നെ നേരെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വൈദ്യപരിശോധന നടത്തുന്നുണ്ട്. അതും കൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരികെ പോകാൻ കഴിയും എന്നുള്ളതാണ് മുകേഷിന്റെ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സെഷൻസ് കോടതി മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. പരാതിക്കാരിയുടെ ആരോപണങ്ങൾ പരിശോധിച്ച കോടതി മുകേഷ് രാജ്യം വിട്ടു പോകാനുള്ള സാധ്യതയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അതോടൊപ്പം തന്നെ ആ ഉത്തരവിൽ ഈ പരാതിക്കാരുടെ ചില ആരോപണങ്ങളുടെ പൊരുത്തക്കേടും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അത്തരത്തിൽ മുകേഷിന് ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ വലിയ ആശ്വാസം തന്നെയായിരുന്നു. കാരണം അറസ്റ്റ് ചെയ്ത് ജയിലിറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകില്ല എന്നുള്ളത് മുകേഷിന് ഉറപ്പായിരുന്നു. പക്ഷേ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അന്വേഷണ സംഘം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യം നൽകി. ഇപ്പോൾ അറസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള വൈദ്യപരിശോധനയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.